എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലെ വീഡിയോ കേട്ടോ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഉംലിംഗ്ലിലേക്കാണ്, വേൾഡ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്. എൻ്റെ കൂടെ ഇന്ന് നിതീഷ് ഉണ്ട്, ഒരു ബൈക്കും കൊണ്ട്. അവൻ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കൊണ്ട് വന്നതാണ്. പിന്നെ ഉള്ളത് ലിയോ ടീമാണ്, അവർ എറണാകുളത്ത് നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഹാൻലിയിൽ നിന്നാണ് നമ്മുടെ തുടക്കം. നമ്മൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേ ആണ് കേട്ടോ അത് ഇപ്പോൾ കണ്ടത്. അതിൻ്റെ പേരാണ് ഡോൽക്കർ ഹോം സ്റ്റേ. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെ ഹോം സ്റ്റേയിലുള്ള ദീദീനെ കൂടെ ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. करने के लिए और पीने के लिए। आज का आप ले जाना पांगो मैं गया, मैं उसका नहीं, वो सेकंड टाइम जाता है ना फ्रंट के लेके, मैं नहीं आप ले बस, ऐसा नहीं है मैं डिस्किट में स्टे करेगा. പോകുന്ന റൂട്ട് മിക്കവാറും ഇതുപോലെ വിജനമായ പ്രദേശം കേട്ടോ. നമുക്ക് ഇതിലേ വേണം വണ്ടി ഓടിക്കാം. പക്ഷേ ലാസ്റ്റ് ആ റോഡ് കറക്റ്റായിരിക്കണം എന്ന് മാത്രം. കാരണം ഇത്രയും നമുക്ക് അങ്ങനെ പരന്നെടുക്കുന്ന സ്ഥലമാണ്. ഇതിലേ വേണം വണ്ടി ഓടിക്കാൻ നല്ല ലെവലാണ്. അത്യാവശ്യം എല്ലാം നമുക്ക് 4 വീലറിന് വലിയ പ്രശ്നമില്ല. പക്ഷേ 2 വീലറിനൊക്കെ സ്ലിപ്പാകുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. പൊടി വല്ലാതെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും അടിപൊളി റൂട്ടാണ്. ആനിലേന്ന് ഉംലിംഗ്ലിൽ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ റൂട്ട് തന്നെ ട്രൈ ചെയ്യാം കേട്ടോ. മറ്റേ ടാറിങ് റോഡിൽ പോകുന്നത് വെച്ചാൽ കിലോമീറ്റർ കുറച്ച് കുറവാണ്, നല്ല സുഖത്തിൽ ഓടിക്കാം. പക്ഷേ ആ ഒരു ത്രില്ല് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ റൂട്ടിലേക്ക് കിട്ടും. ഇതെൻ്റെ 3ാമത്തെ വരവാണ് ഉംലിംഗ്ലിലേക്ക്. ഫസ്റ്റ് വന്ന ടൈമിൽ സെൻസർ ഇഷ്യൂ വന്നിട്ട് വണ്ടി ടോ ചെയ്ത് കൊണ്ടുകൊണ്ട് വന്നു. ഹാൻലേ വന്നിട്ടുണ്ടായിരുന്നു, ഹാൻലേലായിരുന്നു വണ്ടി എത്തിയത്. ഇവിടുന്ന് രാവിലെ ഒരു 70 കിലോമീറ്റർ പോയി എത്തിയേനെ, പക്ഷേ അത് പോകാൻ പറ്റിയില്ല. 2ാമത്തെ തവണ ആണെങ്കിൽ നമ്മുടെ ഇഞ്ചക്ടറിൻ്റെ പൈപ്പ് ലീക്കായിട്ട് അങ്ങനെ പണി കിട്ടി, അങ്ങനെ ബൈക്കായി. പിന്നെ ഞാൻ എന്തായാലും തളർന്നില്ല, എനിക്ക് എന്തായാലും ഇത് കണ്ടേ പറ്റുന്നില്ല ഉറപ്പിൽ ഞാൻ 3ാമതും വന്നു. ഇതാ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. ഡീസൽ വണ്ടിയും കൊണ്ട് പഴയ വണ്ടിയും കൊണ്ട് വരുന്നവർ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എന്തായാലും ഈ തണുപ്പടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവില്ല. ഡീസൽ വണ്ടിക്ക് പൊതുവേ ഉണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ. ഈ വണ്ടി നമ്മൾ കണ്ടിട്ടാ, നമ്മള് എന്ന് വന്ന സമയത്ത് കണ്ടിന്. KL07 അതന്നെ വണ്ടി. ആ സൈഡില് അവർ ഫാമിലിയാണ്. ഓ ഗായ്സ്, എവിടെയാണോ വാ. വണ്ടിയിൽ നിന്ന് ഗ്യാസ് കുറ്റി കാര്യങ്ങളൊക്കെ കിടന്നടിക്കുന്ന ഒച്ച കേട്ടോ. അതുകൊണ്ട് കുറച്ച് നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പിന്നെ അതൊന്നും മൈൻഡാക്കാറില്ല. അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് തന്നെയാണ് കേട്ടോ. ചില ടേണിങ്ങിലൊക്കെ നമുക്ക് വണ്ടി പ്രതീക്ഷിച്ച പോലെ കിട്ടില്ല. അങ്ങനത്തെ വളരെ പൊടിയൊക്കെ നിറഞ്ഞ കുറേ ടേണിങ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നോക്കിയ സ്ഥലം നോക്കി നിങ്ങൾ, ഇങ്ങനെ നമുക്ക് വണ്ടി കാല് കൊടുത്തങ്ങ് പറക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ ടാറിങ് റോഡ് എത്തിട്ടോ. ഇനി കുറച്ച് ടാറിങ് റോഡിലേക്ക് കൂടെ നമുക്ക് പോകാനുണ്ട്. സൈഡിലൊക്കെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് കേട്ടോ. അത് आपको ड्राइविंग बताया तो एक जिप्सी और कुछ खरीद करो, वो भी अच्छा. 48 किलोमीटर. हाँ, उधर से 20 किलोमीटर है. ओके.
ഷോക്ക് എന്ന് പറയുന്നില്ലേ, അതൊക്കെ ഞാനിങ്ങനെ ഇതിലെ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ആലോചിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു, പക്ഷെ ഇതെല്ലാം പോസിബിൾ ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷേ എന്താ പറയുക, സാഹചര്യങ്ങളൊക്കെ ഒത്തു കിട്ടിയപ്പോൾ ഞാനങ്ങ് രണ്ടും കൽപ്പിച്ച് തുടങ്ങിയതാണ്. എല്ലാവരോടും എനിക്ക് അതേ പറയാനുള്ളൂ. ഞാൻ ഒരു 3 വർഷം പ്ലാൻ ചെയ്താണ് ബൈക്ക് കൊണ്ട് വരാൻ, പക്ഷേ അത് പ്ലാനിങ്ങിൽ മാത്രം ഒതുങ്ങുകയുള്ളൂ. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ളത് നമുക്ക് എങ്ങനെയെങ്കിലും പോസിബിൾ ആയിരിക്കും. ഞാനും അത്രയും ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും, പക്ഷെ എന്നാലും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമുക്ക് എന്തായാലും എത്താൻ പറ്റും കേട്ടോ. ആ ഒരു വിശ്വാസം അതെന്തായാലും ഉണ്ടാകണം. അതിനിപ്പോൾ പുതിയ വണ്ടി വേണമെന്നൊന്നുമില്ല, ഏത് വണ്ടിയും കൊണ്ട് വരാം. നമ്മൾ കുറച്ച് ആവശ്യത്തിന് പണിയൊക്കെ എടുക്കാം. ഞാൻ ഒരു ഓയിൽ ചേഞ്ച് പോലും ചെയ്യാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്താനായിട്ടോ, ഇനി കുറച്ചുകൂടെ പോകാനുള്ളൂ. സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം, നല്ല മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുവിധം തീർന്നു. ഞാൻ പോയ സമയത്തും ഇല്ലെങ്കിൽ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഏപ്രിലാണ് പോയത്, എന്നാലും ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇത്ര ആൾട്ടിറ്റ്യൂഡ് വന്നിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്കൊരു ബ്രീത്തിങ് പ്രശ്നം, ഓക്സിജൻ്റെ ലെവലിൻ്റെ പ്രശ്നം അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ വണ്ടി നമ്മൾ ശരിക്കും അറിയും. ഞാനെന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് മാത്രമാണ് വണ്ടി ചില സ്ഥലത്ത് കയറുന്നത്. വേറെ ഈ താറുകാരൻ എന്നോട് പറഞ്ഞിട്ടോ, ആൾ വിചാരിച്ചു ആളുടെ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം എന്ന്. ഞാൻ പറഞ്ഞില്ല, എല്ലാ വണ്ടി അങ്ങനെയാണ്. കാരണം ഓക്സിജൻ വളരെ 60% എന്തോ കുറവാണൊക്കെയാണ് ഇവിടെ. 60% ഉള്ളൂ, 40% കുറവാണ്, അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. അപ്പം അത് എനിക്ക് മുകളിലെത്തിയപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത് അതിൻ്റെ പ്രശ്നങ്ങൾ. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ നമ്മളത് വലിയ കാര്യമാക്കിയില്ല. ഇവിടുന്ന് വോയിസ് അത്രത്തോളം ക്ലിയർ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നല്ല കാറ്റാണ്. കാറ്റെന്ന് വെച്ചാൽ നമ്മുടെ ചെവി മൂക്കെല്ലാം അലുത്ത് പോകുന്ന പോലെ കാറ്റാട്ടോ. അങ്ങനെ 19,024 അടി മുകളിൽ ഉംലിംഗ്ലയിൽ ദ ടോപ്പ് ഓഫ് ദ വേൾഡ് നമ്മളെത്തിയട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള ധൃതിയിലാണ്. എല്ലാവരും 1-2 ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞപാടെ അവർ ഓടിട്ടോ. കാരണം ഓക്സിജൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. അതവിടെ പോയവർക്ക് ഇവിടെ ഒരു ബൈക്കർ ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ട് ശ്വാസം കിട്ടാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് ഫ്രണ്ടിൻ്റെ കയ്യിൽ ഓക്സിജൻ സിലിണ്ടർ ഉള്ളതുകൊണ്ട് ആൾക്ക് കൊടുത്തു കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആൾ കുറച്ച് സമയം ഓക്സിജനൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്തു. അങ്ങനെ ഉംലിംഗ്ല യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു കേട്ടോ അത്. കാരണം നമ്മളെ വണ്ടിയും കൊണ്ട് നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, എല്ലാം തരണം ചെയ്ത് ഒടുവിൽ ഇത്രയും വേൾഡിലെ ഹയസ്റ്റ് പോയിന്റിൽ അവർ എത്തുക എന്ന് പറയുന്നത് അതെനിക്കൊരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയായിരുന്നു. എന്തായാലും അടുത്ത വർഷം പോസിബിൾ ആണെങ്കിൽ എൻ്റെ മാക്സിമം ഞാൻ ബൈക്ക് കൊണ്ട് ഒരു ട്രിപ്പും കൂടി വരും കേട്ടോ. നിതീഷ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സ്കിഡായിട്ട് വീണു. ഒന്നും പറ്റിയൊന്നുമില്ല കേട്ടോ, പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല, ഇതൊക്കെ സ്വാഭാവികം. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് ഹോം സ്റ്റേയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇന്നും കൂടെ നമ്മൾ ഇവിടെ ഹാൻലയിൽ സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് ഒബ്സർവേറ്ററി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് റിട്ടേൺ പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ 3-4 വണ്ടി, 3 ബൈക്കേഴ്സും ഞാനും. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ലേല വിശേഷങ്ങളായിട്ട് ഞാൻ വേറെ വീഡിയോയിൽ വരാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.